Today we are going to discussing about the Fourier analysis of the basis. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റിനെ കുറിച്ചാണ്. ഒരു ഒരു ബ്രാഗ്സ് ലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്റേ ബീം എന്ന് പറയുന്ന ഒരു ലാറ്റിസ് പോയിന്റിൽ ഹിറ്റ് ചെയ്യുന്നു, അത് ഡൈഫ്രാക്റ്റ് ചെയ്തു പോകുന്നു. ഈ ഡൈഫ്രാക്റ്റ് ചെയ്തു പോകുന്ന ഈ വേവിൽ അല്ലെങ്കിൽ ഈ എക്സ്റേയുടെ ഇൻറ്റൻസിറ്റിയുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി രണ്ട് ഡിപ്പെൻഡൻസ് ആണ് ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ്റോമിക് ഫാക്ടർ എന്നാണ് പറയുക, അതായത് സ്കാറ്ററിംഗ് ഫാക്ടർ, ആറ്റോമിക് സ്കാറ്ററിംഗ് ഫാക്ടർ എന്നാണ് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ആറ്റോമിക് സ്കാറ്ററിംഗ് ഫാക്ടർ, അതിന് അർത്ഥം ഉണ്ടാകും സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന എന്തോ ഒന്നാണ്, അതിൽ ആറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്കാറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തോ ഒന്നാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ സ്ട്രക്ചർ ഫാക്ടർ, സ്ട്രക്ചറിനെ കുറിച്ച്, ഏത് രീതിയിലുള്ള സ്ട്രക്ചറാണ് ഈ സെല്ലിലുള്ളത് അല്ലെങ്കിൽ ബേസിസ് ഉള്ളത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഡെഫിനിഷനിലേക്ക് പോകാം. ആറ്റോമിക് സ്കാറ്ററിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ASF, ആറ്റം, ഇതിൻ്റെ ഷോർട്ട് ഫോം അല്ല, ഞാൻ ജസ്റ്റ് എഴുതുന്നുള്ളൂ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എക്സ്റേ scattered from atom divided by amplitude of X-ray scattered from an electron. അതായത് ഒരു ആറ്റവും ഒരു ഇലക്ട്രോണും തമ്മിലുള്ള ആംപ്ലിറ്റ്യൂഡ് ചെയ്തു പോകുന്നതിൻ്റെ റേഷ്യോനാണ് എന്താ പറയുക, ആറ്റോമിക് സ്കാറ്ററിംഗ് ഫാക്ടർ എന്ന് പറയുക. ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക സ്മോൾ എഫ് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ലിലെ ഒരു കോർണറിലുള്ള ഒരു ആറ്റത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ, അതായത് ഒരു ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഒരു പൊസിഷനിലുള്ള ഒരു ആറ്റത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഇലക്ട്രോൺ കോൺസെൻട്രേഷനാണ് എന്താ പറയുക, സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറയുക. അതായത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഇൻ്റഗ്രൽ ഓവർ എ സിംഗിൾ സെൽ with R is equal to 0 at one corner total electron concentration at R due to all atoms in the cell. അപ്പോൾ ഒരു പൊസിഷനിലുള്ള ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആറ്റവുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ കൂട്ടേണ്ടി വരും. അത് മെഷർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് S is equal to sigma j exponential of 2 pi I Sj8 plus Yjk plus Zjl എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇതിൽ ജെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓരോ ഇലക്ട്രോൺസിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ജെ വെച്ചിട്ടാണ്. ഇപ്പോൾ ജെ സീക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആറ്റം, ജെ സീക്വൽ ടു എന്നാൽ രണ്ടാമത്തെ ആറ്റം, സോറി ഇലക്ട്രോൺ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. SJ YJ ZJ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, ആറ്റത്തിൻ്റെ പൊസിഷൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കേസിൽ സിമ്പിൾ ക്യൂബിക്കിൻ്റെയും BCCയുടെയും FCCൻ്റെയും കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ട്രക്ചർ ഫാക്ടറും ആറ്റോമിക് ഫാക്ടറും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, ഇൻറ്റൻസിറ്റി കോമൺലി നമ്മൾ ഡിഫൈൻ ചെയ്യുക ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ എഴുതുക. ആംപ്ലിറ്റ്യൂഡിന് ക്യാപിറ്റൽ F എന്ന് കൊടുത്താൽ F സ്ക്വയർ,
ഈ എഫ് എന്ന് പറഞ്ഞത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ആറ്റോമിക് സ്കാറ്ററിംഗ് ഫാക്ടറും രണ്ടാമത്തത് സ്ട്രക്ചർ ഫാക്ടറും. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് ഇത്. ആംപ്ലിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? വേരി ചെയ്യാം. ആ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻലി ആയിട്ടുള്ള എന്തൊക്കെ അതിൻ്റെ പോയിന്റ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കത് വെച്ച് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസ് നമ്മൾ പറയുകയാണ്. സിമ്പിൾ ക്യൂബിക് നമുക്കറിയാം. സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ ഒരു ആറ്റമാണുള്ളത്. ആ ആറ്റം എന്ന് പറയുന്നത് എവിടെ കോർണറിലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്മൾ നിർണ്ണയിക്കുക 0 0 0 എന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറയുന്നത് J = 1 ആണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഓഫ് 2πi h0 പ്ലസ് k0 പ്ലസ് l0. കാരണം പൊസിഷൻ എസും വൈയും z ഒക്കെ 0 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറയുന്നത് 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണലൈക്കേഷൻ എന്നാണ് f×x ദാറ്റ് ഈസ് ഈക്വൽ ടു f എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആറ്റോമിക് സ്കാറ്ററിംഗ് ഫാക്ടറിന് ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. then intensity is equal to I is equal to f square. Intensity is equal to I is equal to f square. It means that intensity എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. എച്ചിൻ്റെ വാല്യൂ ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം. h1 കൊടുക്കാം, 2 കൊടുക്കാം, അല്ലെങ്കിൽ k ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വാല്യൂ കൊടുത്താലും ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് അവിടെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫിക്സ്ഡ്, നോട്ട് ചേഞ്ച്. ദാറ്റ് മീൻസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് HKL പ്ലെയിൻ. HKL പ്ലെയിനിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ് പറയുന്നത്. HKL ഇപ്പോൾ ഏതൊരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പ്ലെയിനിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് BCC ആണ്. BCC സ്ട്രക്ചർ. BCCൻ്റെ കേസിൽ നമുക്കറിയാം 2 ആറ്റമാണുള്ളത്. ആ ആറ്റത്തെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 0 0 0 എന്നതും മറ്റത് 1/2 എക്സാക്റ്റ് ബോഡി സെൻറ്റർ ആണ്. അപ്പോൾ 1/2 1/2 1/2 ഈ രീതിയിലാണ്. ഇപ്പോൾ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പോണൻഷ്യൽ ഓഫ് സിഗ്മ ഉണ്ടല്ലോ 2πi ആദ്യത്തെ ഇലക്ട്രോൺ വെച്ചിട്ട് h0 പ്ലസ് k0 പ്ലസ് l0 പ്ലസ് എക്സ്പോണൻഷ്യൽ ഓഫ് എല്ലിലും 1/2 ആണ്. അപ്പോൾ 2πi h/2 പ്ലസ് k/2 പ്ലസ് l/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ദാറ്റ് പ്ലസ് ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് 2 ഉണ്ട്, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ e⁻πi h പ്ലസ് k പ്ലസ് l എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 1 പ്ലസ് s is equal to this one h പ്ലസ് k പ്ലസ് l. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് അല്ല. കാരണം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. കാരണം ഇത് ഡിപ്പെൻഡ്സ് ഓൺ HKL പ്ലെയിൻ. ഓക്കെ, HKL പ്ലെയിനിനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് മാറുന്നത്. അപ്പോൾ നമുക്ക് h പ്ലസ് k പ്ലസ് l എന്നുള്ള വാല്യൂ 2 ചാൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഓഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ ആവാം. ഈ 2 ചാൻസ് ആണുള്ളത്. h പ്ലസ് k പ്ലസ് l ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് വാല്യൂ കിട്ടാം, അല്ലെങ്കിൽ ഈവൻ വാല്യൂ കിട്ടാം. ഓഡ് വാല്യൂ ആണെങ്കിൽ s സീക്വൽ ടു നമുക്ക് എഴുതാം 1 പ്ലസ് e⁻πi. ഓഡ് അല്ലേ? ഓഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 2n+1 എന്നുള്ള ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 2n+1. ഓക്കെ, ഇനി ഈവൻ ആണെങ്കിൽ s സീക്വൽ ടു 1 പ്ലസ് e⁻πi 2n എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഫോർ n is equal to 0 1 2 3 etc. ഓക്കെ, ഈ ഓഡിൻ്റെ കേസ് നമുക്ക് എടുക്കാം. s is equal to 1 പ്ലസ് ഇത് ഓടാവുമ്പോൾ ഫോർ എക്സാമ്പിൾ 1 വരാം, 3 വരാം, 5 വരാം, ഈ രീതിയിൽ വരാം. അപ്പോൾ എക്സ്പൊണൻഷ്യൽ നമ്മൾ സാധാരണ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? e⁻i⁻θ സീക്വൽ ടു അല്ലെങ്കിൽ e⁻n⁻θ i × n⁻θ എന്ന് പറഞ്ഞാൽ cos n⁻θ പ്ലസ് i sin n⁻θ
എന്നുള്ള രീതിയിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക, e⁻i തീറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് തീറ്റ പ്ലസ് i സൈൻ n തീറ്റ. ഓക്കെ ഓക്കെ ദെൻ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ്? പൈ ആണ്. e⁻i പൈ സീക്വൽ ടു കോസ് പൈ പ്ലസ് i സൈൻ പൈ എന്ന് കിട്ടി. നമ്മൾ ജനറൽ ഫോർമുല എഴുതി തീറ്റ വെച്ചിട്ട് പിന്നെ എന്നിൻ്റെ വാല്യൂ നമ്മൾ ആദ്യത്തെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണ് 1. പിന്നെ തീറ്റ എന്നുള്ള വാല്യൂ ഇവിടെ എത്രയാണ്? പൈ ആണ്. e⁻i പൈ സീക്വൽ ടു 1 ആകുമ്പോൾ e⁻i ഇൻറ്റു 1, അതായത് ഈ കേസിനെ നമ്മൾ വേറെ രീതിയിൽ എഴുതിയെന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ കിട്ടും കോസ് പൈ പ്ലസ് i സൈൻ പൈ. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, കോസ് പൈ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു -1. ഇനി 3 കൊടുക്കാം. കോസ് 3 പൈ എന്ന് പറഞ്ഞാലും -1 ആണ്, കാരണം ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കോസ് തീറ്റ എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ 1 പ്ലസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറഞ്ഞത് അവിടെ എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു ക്യാപിറ്റൽ F ഈക്വൽ ടു സ്മോൾ f ഇൻറ്റു x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇൻറ്റൻസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് HKL പ്ലെയിൻ എപ്പോൾ? വെൻ h പ്ലസ് k പ്ലസ് l ഈസ് ഓഡ്. ഇതൊരു ഓഡ് വാല്യൂ ആവുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്ന് നമുക്ക് പറയാം. അതായത് റിഫ്ലക്ഷൻ ഇല്ല. ഇൻറ്റൻസിറ്റി 0 എന്ന് പറഞ്ഞാൽ അവിടെ ഇൻറ്റൻസിറ്റി ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? വേവ്സ് വേണം. അപ്പോൾ ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഓർ ദ റിഫ്ലക്ഷൻ ഈസ് നോട്ട് അലോഡ്. റിഫ്ലക്ഷൻ ഡസ് നോട്ട് അലോഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുള്ളൊരു വാക്ക്. കാരണം അവിടെ എന്തുണ്ടാവില്ല? റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ ഒരു വേവ് ഉണ്ടാവും, അതിനൊരു വേവിന് ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ഇവിടെ എന്തല്ല? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതായത് അവിടെ എന്തില്ല? വേവ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല. ഓക്കെ. ഇനി അടുത്ത കണ്ടീഷൻ HKL പ്ലസ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ. ഇപ്പോൾ സ്ട്രക്ചർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കാം. e⁻2i പൈ നോക്കാം, ഈവൻ ആവുന്ന കേസ്. അപ്പോൾ കോസ് 2π പ്ലസ് i സൈൻ 2π. കോസ് 2π എന്ന് പറഞ്ഞാൽ 1, സൈൻ 2π എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി 4π നോക്കുകയാണെങ്കിലോ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അതൊക്കെ 0 ആയിട്ട് പോകും. അപ്പോൾ s ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് എന്ത് കിട്ടി? ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ F ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്മോൾ f. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടി? I is equal to f square, that is 4f square. അതായത് ഇൻറ്റൻസിറ്റി ഈസ് അലോഡ് ഓൺലി, ഇൻറ്റൻസിറ്റി അല്ല, ഇൻറ്റൻസിറ്റി ഈസ് ഡിപ്പെൻഡ്സ് HKL പ്ലെയിൻ എപ്പോഴാണ്? വെൻ h പ്ലസ് k പ്ലസ് l ഈസ് ഈവൻ. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഓർ റിഫ്ലക്ഷൻ ഈസ് അലോഡ്. ഇൻറ്റൻസിറ്റിൻ്റെ ആണെങ്കിൽ അവിടെ ഒരു പർട്ടിക്കുലർ വേവ് ഉണ്ടാവും. അപ്പോൾ റിഫ്ലക്ഷൻ ഈസ് അലോഡ് ഓൺലി h പ്ലസ് k പ്ലസ് l ഈസ് ഈവൻ. ഇതിൻ്റെ വാല്യൂ ഈവൻ ആവുന്ന സമയത്ത് മാത്രമാണ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? അലോഡ് ആവുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ അടുത്തത് FCC ആണ്. FCCൻ്റെ കേസിൽ നമുക്ക് പോവാം. ദെൻ അടുത്തത് FCC. 4 ആറ്റമാണുള്ളത്. ഇപ്പോൾ ഓരോ ആറ്റത്തിൻ്റെ പൊസിഷൻ 0 0 0. ദെൻ 1/2 1/2 0. അടുത്തത് 1/2 0 1/2. അടുത്തത് 0 1/2 1/2 എന്നുള്ളൊരു പൊസിഷൻ ആയിരിക്കും ആറ്റത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ഓരോന്നിനും വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇൻഡിക്കേഷൻ ഇതാണ് e⁻i h പ്ലസ് k. ആദ്യത്തെ രണ്ട് വരാനുണ്ട് പ്ലസ് e⁻i
എച്ച് പ്ലസ് എൽ പ്ലസ് ഇ റെസ് ടു പൈ ഐ കെ പ്ലസ് എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് എച്ച് കെ എൽ എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ നോക്കാം. ഇഫ് എച്ച് ഈസ് ഓൾ ഈവൻ ഓർ ഓഡ്, എച്ച് കെ എൽ എന്ന് പറയുന്ന പ്ലെയിന് എല്ലാം, അതായത് എച്ച് എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നതും സമ്മേഷൻ അല്ല കേട്ടോ, എച്ചും കെയും എല്ലും എല്ലാ വാല്യൂം ഈവൻ ആവാം, അല്ലെങ്കിൽ എല്ലാ വാല്യൂം ഓഡ് ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? 1 പ്ലസ് എല്ലാ വാല്യൂം ഈവൻ ആകുമ്പോൾ ഇവിടെ 2 വാല്യൂ ആണ് ആഡ് ചെയ്യാനുള്ളത്. രണ്ടും ഈവൻ ആണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എന്നുള്ളതും ഈവൻ ആയിരിക്കും. 2 ഓഡ് ആണെങ്കിലും ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും, ഈവൻ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടും, ഇവിടെയും 1 കിട്ടും അടുത്ത കേസും. കാരണം ഇത് 2 വാല്യൂസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ആഡ് ചെയ്യാനുള്ളത്. നമുക്കറിയാം 2 ഓഡ് വാല്യൂ കൂട്ടുകയാണെങ്കിലും 2 ഈവൻ വാല്യൂ കൂട്ടുകയാണെങ്കിലും കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് ഈവൻ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4f എന്ന് എഴുതാം. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്ര എഴുതാം? 16f² എന്ന് എഴുതാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇൻറ്റൻസിറ്റി അവിടെ ഉണ്ട് 16f² എന്നതാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് എച്ച് കെ എൽ പ്ലെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഈസ് അലോഡ് വെൻ എച്ച് കെ എൽ ഓൾ ആർ ഈവൻ ഓർ ഓഡ്. എല്ലാം ഈവനോ അല്ലെങ്കിൽ എല്ലാം ഓഡോ ആവുമ്പോഴാണ് റിഫ്ലക്ഷൻ അലോഡ് ആവുന്നത്. ഇനി അടുത്ത കേസ് എടുക്കാം. എച്ച് കെ എൽ എന്ന് പറയുന്നത് മിക്സഡ് ആണെങ്കിൽ, മിക്സഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓടും ഒന്ന് ഈവനും. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ എടുക്കണം. എച്ച് എന്ന് പറയുന്നത് ഓടാക്കി എടുക്കുകയാണ്, കെ എൽ എന്ന് പറയുന്നത് ഈവൻ ആക്കി എടുക്കണം. അപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഓടാക്കി എടുക്കാം, ഇത് ഈവൻ ആക്കി എടുക്കാം, ആസ് യുവർ ചോയ്സ്. എങ്ങനെ എടുത്താലും ഒന്ന് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആദ്യത്തെ വാല്യൂ 1 തന്നെ, ഇ റേസ് ടു, ഇവിടെ എച്ച് ഓടാണ്, ഇത് ഈവൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഓടായിരിക്കും. ഇ റേസ് ടു ഓടിന് പകരം 1 ഇതാണ്. ഓട് സീക്വൽ ടു ഞാൻ 1 എടുക്കുകയാണ്, മിനിമം വാല്യൂ ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2n+1 പ്ലസ് ഇ റേസ് ടു പൈ ഐ. എവിടെയും ഓടും ഈവനാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോഴും എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു ഓഡ് വാല്യൂ ആയിരിക്കും. പ്ലസ് ഇ റേസ് ടു കെയും എല്ലും ഈവൻ ആണ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇത് -1, ഇത് -1, ഇത് +1. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് f×x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അതായത് റിഫ്ലക്ഷൻ ഈസ് നോട്ട് അലോഡ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്തില്ല, ഉണ്ടാവുന്നില്ല, നോട്ട് അലോഡ് എന്നതാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും ആ ഒരു കേസിൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കോമ്പിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഓടും ഈവനും മാത്രം വന്നാൽ മതി. ഇപ്പോൾ 2 ഈവനാണ് എടുത്തിട്ടുണ്ട്, 2 ഓട് എടുക്കാം, 1 ഈവനും എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ എടുക്കാം. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് which undergo first order Bragg reflection at a glancing angle of 8 degree in a sodium chloride crystal with the lattice spacing 2.82 angstrom. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n = 1. ഗ്ലാൻസിങ് ആംഗിൾ എന്ന് പറയുന്നത് 8 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് ആണ്, അതിന് ലാറ്റിസ് സ്പേസ് എന്ന് പറയുന്നത് 2.82 ആങ്സ്ട്രോങ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു FCC സ്ട്രക്ചറാണ്. അതിൻ്റെ കേസിലുള്ള FCC സ്ട്രക്ചർ നമുക്ക് കറണ്ടാവും ലാറ്റിസ് സ്പേസിങ് എന്നതാണ്. ഇപ്പോൾ ലാറ്റിസ് സ്പേസ് എന്ന് പറയുന്നത് A അല്ല, ലാറ്റിസ് കോൺസ്റ്റൻ്റ് ആണ്. ലാറ്റിസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇൻ്റർപ്ലാനർ ഡിസ്റ്റൻസ് ആണ്, D ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് n λ = 2d sin θ എന്നുള്ളൊരു ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും?
0.785 ആങ്സ്ട്രോങ് എന്ന് നമുക്ക് കിട്ടും. 0.785 എന്ന് ആങ്സ്ട്രോങ് എന്നുള്ളൊരു വാല്യൂക്ക് നമുക്ക് വേവ് ലെങ്ത് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്റേ ഓഫ് വേവ് ലെങ്ത് 1.75 ആങ്സ്ട്രോങ്. ഇപ്പോൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 1.75 ആങ്സ്ട്രോങ് തന്നിട്ടുണ്ട്. അണ്ടർ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ n is equal to 1. പ്ലെയിന് തന്നിട്ടുണ്ട് HKL എന്ന് പറയുന്നത് 111 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഇസ് ദ ഇന്റർ ആറ്റോമിക് സ്പേസിംഗ്? ഡി ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡി കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇന്റർ ആറ്റോമിക് സ്പേസിംഗ് ഓഫ് ദ ക്രിസ്റ്റൽ ഡി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡിയുടെ വാല്യൂ നിങ്ങൾക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഒന്നുകിൽ അപ്പോൾ നമുക്ക് n lambda equal to 2d sin theta എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഡി ആണെന്നുള്ള ഡി ഈക്വൽ ടു ഡി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ n lambda divided by 2 sin theta that is equal to 1.75 into 10 raised to minus 10 divided by 2 into sin theta ആണ് sin 30. sin 30 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1.75 into 10 raised to minus 10 divided by 2 into 1/2 that is equal to 1.75 into 10 raised to minus 10 meter. ഇത് തന്നെയായിരിക്കും ഇന്റർ പ്ലാനാർ ഡിസ്റ്റൻസ് ഇന്റർ ആറ്റോമിക് സ്പേസ് എന്ന് പറയുന്നത്. ഇത് തന്നെയായിരിക്കും, അതായത് വേവ് ലെങ്ത് സെയിം തന്നെയായിരിക്കും ഈ ആംഗിളിൽ. ഓക്കെ, അടുത്ത പ്രോബ്ലം. പൗഡർ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് ഓൺ എ സാമ്പിൾ ഓഫ് ലെഡ് വിത്ത് എക്സ്റേ ഓഫ് വേവ് ലെങ്ത് 1.44 ആങ്സ്ട്രോങ് പ്രൊഡ്യൂസ് HKL എന്ന് പറഞ്ഞ പ്ലെയിൻ എന്ന് പറഞ്ഞത് 220. ദ റിഫ്ലക്ഷൻ അറ്റ് ആൻ ആംഗിൾ 32. ആംഗിൾ എന്ന് പറയുന്നത് 32 ഡിഗ്രി. കാൽക്കുലേറ്റ് ലാറ്റിസ് പാരാമീറ്റർ എ ആണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ലാംഡയും എയും തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഡി കണ്ടു കഴിഞ്ഞാൽ എ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n lambda equal to 2d sin theta എന്നതിൽ നിന്ന് നമുക്ക് d equal to n lambda divided by 2 sin theta കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.359 ആങ്സ്ട്രോങ് എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് d equal to a divided by root of h square plus k square plus l square എന്നുള്ള വാല്യൂ. ലാറ്റിസ് പാരാമീറ്റർ ആണ് കാണാൻ പറ്റുള്ളത്, ലാറ്റിസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൽ നിന്ന് എ ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.844 ആങ്സ്ട്രോങ് എന്ന് കിട്ടും. ദിസ് ഈസ് ദ ലാറ്റിസ് പാരാമീറ്റർ. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും നിങ്ങളെന്ത് ചെയ്യേണ്ട, ഇതിന് ഒരു സ്ട്രിങ് കൊടുക്കേണ്ട, ഈസി ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻസാണ്, ആൻസറാണ്. അടുത്ത പ്രോബ്ലം. A powder sample of crystals show diffraction peak 5 degree 39. അതായത് 3 പീക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് 5 degree 39 ഡിഗ്രി മിനിറ്റ്, രണ്ടാമത് θ2 equal to 8 ഡിഗ്രി, മൂന്നാമത്തെ θ3 equal to 9 degree 49 മിനിറ്റ്. റെഡ്യൂസ് ദ ലാറ്റിസ് ടു വിത്ത് ദ ക്രിസ്റ്റൽ. ഏത് ക്രിസ്റ്റലാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് ഓരോ ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ θ1 θ2 θ3 കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ലാംഡ ഈക്വൽ ടു എന്ത് കൊടുക്കാം? n lambda ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, അതായത് 3 കേസിലും വരുന്ന ഒന്നാണ് n lambda. അതായത് നമുക്ക് 3 ഇക്വേഷൻ നമുക്ക് എഴുതാം. n lambda ഈക്വൽ ടു 2 sin θ1, ഇതാണ് d1 കാണാനുള്ള ഇക്വേഷൻ. d2 equal to n lambda divided by 2 sin θ2, d3 equal to n lambda divided by 2 sin θ3. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ, ഒരു റേഷ്യോ പോലെ എടുക്കുകയാണെങ്കിൽ n lambda divided by 2 sin θ1 is to n lambda divided by 2 sin θ2, that is to n lambda divided by 2 sin θ3. n lambda കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1 ആക്കി എടുക്കാം. മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കുമ്പോൾ. ഇനി ഓരോ ആംഗിൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10.1573 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.18
5.53 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5.8652 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഞാൻ എല്ലാത്തിലും ത്രൂ ഔട്ട് 10.15735 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 1:2. അടുത്ത കേസ് എന്ത് വരും? 0.7074 ഇഷ്ടു അടുത്ത് ചെയ്യുമ്പോൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5774. ഈ രീതിയിലാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുക D1 D2 D3. D1 D2 D3 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ നിയറസ്റ്റ് ആയിട്ടുള്ള നെയ്ബേഴ്സ് ലെവൽസിനാണ്. ഇത് ഫസ്റ്റ് നിയറസ്റ്റ്, ഇത് സെക്കൻഡ് നിയറസ്റ്റ്, ഇത് തേർഡ് നിയറസ്റ്റ്. അപ്പോൾ നമ്മളൊരു സിമ്പിൾ ക്യൂബിക്കിൻ്റെ ക്രിസ്റ്റൽ എടുക്കാം. സിമ്പിൾ ക്യൂബിക്കിൻ്റെ ക്രിസ്റ്റൽ ആകുമ്പോൾ ഇതാണ് നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആറ്റം എന്ന് പറഞ്ഞത് ഈ 2 ആറ്റമാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് A ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? D = A, that is equal to 2R എന്ന് എഴുതാം. ഓക്കെ, D = A, that is equal to 2R. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത നിയറസ്റ്റ് ലെവൽ എന്ന നെയ്ബർ ആറ്റം എന്ന് പറഞ്ഞത് ഇതാണ്. ഈ ആറ്റത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എത്രയാണ്? √2A ആണ്. ഈ √2A എന്ന് പറഞ്ഞത് എന്തിന് ഈക്വലൻ്റ് ആണ്? എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? A² + A², 2A², that is equal to √2A എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് അടുത്ത നിയറസ്റ്റ് ആറ്റം എന്ന് പറഞ്ഞത് D = √2A എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ചോദിച്ചാൽ, ഇത് എത്ര ഡിക്ക് ഈക്വലൻ്റ് ആണ്? ഇതൊരു D, ഇതൊരു D. അങ്ങനെയാണെങ്കിൽ 2D = √2A എന്ന് എഴുതാം. 2D = √2A, അതായത് അടുത്ത ലെവലിലേക്കുള്ള, അടുത്ത നിയറസ്റ്റ് ആറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ D = √2A/2, that is A/√2 എന്ന് എഴുതാം. അടുത്ത നിയറസ്റ്റ് ആറ്റം വരുന്നത് ഈ പൊസിഷനാണ്, അതായത് √3A എന്നതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3D = √3A എന്ന് എഴുതാം. ദാറ്റ് ഈസ് D = A/√3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തമ്മിലുള്ള റേഷ്യോ D = A ആണ്. ഇത് A/1/√2, A/1/√2, ഇത് A/√3. അപ്പോൾ ഇതിന് നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 1/√2 എന്ന് പറഞ്ഞാൽ 0.7074 ആണ്. A/√3 എന്ന് പറഞ്ഞാൽ 0.5774 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റലിൻ്റെ കേസാണെന്ന് പറയാം. സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണ് എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് വാലിഡ് അല്ലെങ്കിൽ അടുത്ത FCCൻ്റെ കേസ് നോക്കാം, BCCയുടെ കേസ് നോക്കാം. ഈ രീതിയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഏത് മാക്സിമം 3 മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം HCPയും കൂടി തരാം. ഇത്രയും ഈ 4 കേസ് മാത്രമേ നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ആൻഡ് ലാസ്റ്റ് വൺ പ്രോബ്ലം കൂടി. അടുത്ത പ്രോബ്ലം, ദ പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ വെക്ടർ ഓഫ് 2 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2i + j ആണ്. B = 2j. പക്ഷേ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത് കൂടി കൺസിഡർ ചെയ്യണം. അത് ഞാൻ തൽക്കാലം CK എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഞാൻ കൊടുക്കാം. CK. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 1 ആക്കി കൊടുത്താണ്. വെറും K മാത്രം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആക്കി എടുക്കുകയാണ്. അപ്പോൾ 3 വെക്ടർ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യാം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിൽ കൊടുത്താലും ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറാണ് കാണാനുള്ളത്. റിലേഷൻ എന്താ? A* = 2π എങ്ങനെ കിട്ടുക? B × C / A.B × C. B* = 2π C × A/A.B × C. C* = 2π A × B / A.B × C എന്നിങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് A.B × C ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ബോസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 കിട്ടും. ചെയ്താൽ മതി. അപ്പോൾ ദെൻ A* = നമുക്ക് കിട്ടുന്നത് πi ആയിരിക്കും. B* = നമുക്ക് കിട്ടുന്നത് π/2 - i + 2j ആയിരിക്കും. C* നമുക്ക് കിട്ടുന്നത് 2πk ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തിൻ്റെ കേസിൽ വരുന്നത്? ഒരു ഡൈഫ്രാക്ഷൻ്റെ കേസിൽ വരുന്നത്. സോ അടുത്ത് നമുക്ക് പറയാൻ പോകാനുള്ളത്
ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. സോ അടുത്ത സെക്ഷൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.